ടെലിവിഷൻ താരവും സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യവുമായ ദിവ്യ ശ്രീധർ പലപ്പോഴും വിവാദങ്ങളിലൂടെ ശ്രദ്ധ നേടാറുണ്ട്. 32-ാം വയസ്സിൽ വിവാഹമോചനം നേടിയ ശേഷം പിന്നീട് 40 വയസ്സിന് ശേഷമാണ് ദിവ്യ വീണ്ടും വിവാഹിതയായത്. ടെലിവിഷൻ താരവും വോയിസ് ആർട്ടിസ്റ്റുമായ ക്രിസ് വേണുഗോപാലിനെയാണ് ദിവ്യ 2024-ൽ വിവാഹം കഴിച്ചത്. എന്നാൽ വിവാഹം കഴിഞ്ഞപ്പോൾ തൊട്ട് ദിവ്യ പലപ്പോഴും വ്യാജ വാർത്തകളുടെ ഇരയായിട്ടുണ്ട്. തൻ്റെ നരച്ച മുടിയും നീണ്ട താടിയും മറച്ചുവയ്ക്കാതെ ക്രിസ് വിവാഹത്തിന് എത്തിയതോടെ ഇരുവരും തമ്മിൽ വലിയ പ്രായവ്യത്യാസം ഉണ്ടെന്ന മട്ടിലായിരുന്നു ആദ്യം വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ പിന്നീട് നൽകിയ അഭിമുഖങ്ങളിൽ ഇരുവരും തങ്ങളുടെ പ്രായം വ്യക്തമാക്കിയതോടെ അത്തരം പ്രചാരണങ്ങൾ നിന്നു. ക്രിസിൻ്റെ പണം കണ്ടാണ് ദിവ്യ വിവാഹം കഴിച്ചത് എന്നത് ഉൾപ്പെടെ വലിയ സൈബർ ആക്രമണമാണ് ഇരുവരും നേരിട്ടത്. കല്യാണ സമയത്ത് അധികം വൈകാതെ ഇരുവരും തമ്മിൽ വിവാഹമോചനം നേടുമെന്നുവരെ കമൻറ്റുകൾ കുറിച്ചവരുണ്ട്. എന്നാൽ പൊതുവേദികളിൽ വളരെ സന്തോഷത്തോടെയാണ് ഇരുവരും എത്താറുള്ളത്. എന്നാലിപ്പോൾ വീണ്ടും ഒരു റീലിലൂടെ വിവാദ നായികയായിരിക്കുകയാണ് ദിവ്യ ശ്രീധർ. മുഖത്ത് മുറിവേറ്റ പാടുമായി ദിവ്യ ഒരു റീൽ ചെയ്തതാണ് വീണ്ടും വ്യാജ വാർത്തകൾ പ്രചരിക്കാൻ കാരണമായത്. താൻ തോറ്റുപോയി എന്ന് അർത്ഥം വരുന്ന ഒരു BGM ഇട്ടുകൊണ്ടായിരുന്നു ദിവ്യ മുഖഭാവത്തിലുള്ള റീൽ ചെയ്തത്. ഇതിൽ നെറ്റിയിൽ ഒരു മുറിവ് കാണാം. റീൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ക്രിസും ദിവ്യയും തമ്മിൽ വേർപിരിഞ്ഞുവെന്ന് ക്രിസ് ദിവ്യയെ അടിച്ചതിൻ്റെ പാടാണ് മുഖത്തെന്നുമാണ് ചില യൂട്യൂബർമാർ കണ്ടെത്തിയത്. ഇത്തരം പ്രചാരണങ്ങൾ വർദ്ധിച്ചതോടെ ദിവ്യ തന്നെ മറുപടിയുമായി രംഗത്തെത്തി. ദിവ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ ദിവസം ഞാനൊരു റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. സങ്കടമുള്ള വീഡിയോ ഇടാൻ പറ്റില്ല. എന്തെങ്കിലും കണ്ടന്റ് ഇട്ടു പോയാൽ വിവാദമാകും. നെറ്റി മുറിഞ്ഞ ഒരു വീഡിയോയാണ് ചെയ്തത്. എൻ്റെ നെറ്റിക്ക് ഒരു കുഴപ്പവുമില്ല. ഈ യൂട്യൂബർമാർക്ക് ഒരു പണിയുമില്ലേ? നാണമില്ലേ അന്യൻ്റെ ജീവിതത്തിൽ കയറി കളിക്കാൻ? എൻ്റെ മുഖത്തിനോ ശരീരത്തിനോ ഒരു കുഴപ്പവുമില്ല. എന്നെ ക്രിസ് അടിക്കുന്നത് നിങ്ങൾ കണ്ടു. ഇത് ഞാൻ ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന വെബ് സീരീസിൻ്റെ മേക്കപ്പ് ചെയ്തതാണ്. ഈ റീൽ ചെയ്തിട്ട് മാസങ്ങളായി. ആ റീൽ ഇന്നലെ പോസ്റ്റ് ചെയ്തതാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ നെറ്റിയിലെ മുറിവ് മാഞ്ഞു പോകുമോ? രേഖ രതീഷ്, ഞാൻ രേണുസുതി, ഞങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഇരകൾ. എൻ്റെയും ക്രിസിൻ്റെയും ജീവിതം അത്ര മനോഹരമായിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നവുമില്ല. ഒരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇടാൻ പറ്റില്ല. ഫുൾ ടൈം ചിരിച്ചുകൊണ്ട് വീഡിയോ ഇടണോ? നമുക്ക് ഇഷ്ടപ്പെട്ട തീം ഇടാൻ പറ്റില്ല. ഒരാളുടെ ജീവിതം വെച്ച് കളിക്കുമ്പോൾ നാണമില്ലേ എന്നിങ്ങനെയാണ് ദിവ്യ ശ്രീധർ ചോദിക്കുന്നത്.